തൊഴിൽ മേഖലയിൽ ഒരു പുതിയ അനുഭവമാണ്. വ്യവസായത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതുപോലെ അവതരിപ്പിക്കലും ഇവിടെ അവതരിപ്പിച്ച പ്രശ്നങ്ങളിലുള്ള ആശയങ്ങൾ ഈ കാര്യത്തിൽ മുൻകൈയെടുത്ത കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുക. കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ ഈ വർഷം 40,000 കോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയർ കൈമാറ്റം ചെയ്ത് സമാഹരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആഗോളവൽക്കരണ നയത്തെ തുടർന്ന് വലിയ പ്രതിസന്ധിയെ നേരിട്ട സന്ദർഭമാണ്. വ്യവസായ വകുപ്പ് മന്ത്രി ചുമതലയേറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതിയേക്കാൾ മോശമായ അന്തരീക്ഷമാണ് രാജ്യത്ത് പൊതുവെ ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഈ പ്രതികൂലാവസ്ഥയെ നേരിട്ട് പൊതുമേഖലയുടെ സംരക്ഷണം സാധ്യമാകും എന്ന് തെളിയിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. നവംബർ 16 ഡൽഹി കൺവെൻഷൻ രാജ്യത്തിന് നൽകിയിട്ടുള്ള സന്ദേശം നമുക്ക് കഴിയുന്നത് അതിന് അടിസ്ഥാനമായ ഇച്ഛാശക്തി, നയരൂപീകരണം, പ്രവർത്തനത്തിലുള്ള സന്നദ്ധത, ഇതെല്ലാം ഒരു പുതിയ ബദൽ ഈ സമൂഹത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വ്യവസായ വകുപ്പിൻ്റെ നടപടി സഹായകമായിട്ടുണ്ട് എന്നതിന് കേരളത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത കേന്ദ്ര പൊതുമേഖലയുമായി ചേർന്ന് പുതിയ സംഭവങ്ങളിലേക്ക് സമാന സ്വഭാവമുള്ള വ്യവസായ സ്ഥാപനങ്ങൾ അമാൻഡ്മെന്റ് ചെയ്യുന്നതിന് പരസ്പരം യോജിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ നീക്കം തികച്ചും സ്വാഗതാർഹമാണ്. ട്രേഡ് യൂണിയൻ സംഘടനകളുമായി കൂടുതൽ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാണ്. തൊഴിലാളികളുടെ പൊതു താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ഈ നടപടിയിലേക്ക് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ, ഇപ്പോൾ ലാഭത്തിലേക്ക് ഉയർന്നിട്ടുള്ള സ്ഥാപനങ്ങൾ, ഇതിൻ്റെ എല്ലാ അനുഭവങ്ങളും പരിശോധിക്കുമ്പോൾ മാർക്കറ്റിംഗ് വളരെ പ്രധാനമാണ്. ഫലപ്രദമായ മാർക്കറ്റിംഗ് സ്റ്റഡി നടത്തുന്നതിനും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് പ്രാവർത്തികമാക്കുന്നതിനും കഴിയുന്നത്. ഇവിടെ ചീഫ് എക്സിക്യൂട്ടീവ്സിനെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സമീപനം നമുക്കിവിടെ വ്യക്തമാക്കില്ല. പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ല. ഉദ്യോഗസ്ഥ തലത്തിലും ഇതിനടിസ്ഥാനമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. കൂടുതൽ പ്രൊഫഷണലൈസ് ചെയ്ത് സ്ഥാപനത്തെ നിലനിർത്തുന്നതിനും ലാഭകരമാക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം പൊതുവെ അംഗീകരിച്ച് പോകാൻ കഴിയുന്ന നിലപാടില്ല. മാനേജ്മെന്റിന്റെ കഴിവ് സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യവസായ വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തോടൊപ്പമുള്ള ഉയർന്ന ചില ഉദ്യോഗസ്ഥന്മാരും എത്ര ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാലും താഴേക്കെത്തുമ്പോൾ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന നിലപാട് പൂർണ്ണമായും അനുകൂലമാണെന്ന് കാണാൻ കഴിയില്ല. ആ കുറവ് കൂടി പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിൽ ഫലപ്രദമായ മാറ്റമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് ജില്ല വളരെ അഭിമാനകരമായ ഒരു നിലപാട് ഉയർത്താൻ കഴിയുന്ന ജില്ലയില്ല. വ്യവസായ വകുപ്പിൻ്റെ നിലപാടിൻ്റെ ഭാഗമാണ്. ഇവിടെയാണ് അടച്ചുപൂട്ടിയ കോട്ടൺ മിൽ തുറന്നത്. എന്നേക്കുമായി കൂട്ടിയ കേരള സോഴ്സ് തുറന്ന് പ്രവർത്തിപ്പിച്ചത് ഇവിടെയാണ്.
സ്റ്റീൽ കോംപ്ലക്സ് സെയിലുമായി ചേർന്ന് പുതിയ പുനരുദ്ധാരണ പ്രക്രിയയിലേക്ക് പോകുന്നത് ഈ കോഴിക്കോടാണ്. ഇത്തരം അപമാനകരമായ നിലപാട് സ്വീകരിച്ച ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കോഴിക്കോടിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കത്തക്ക നിലയിലുള്ള ഒരു പുതിയ പ്രശ്നം, ഈ ജില്ലയിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കോംപ്ലക്സ് വിശദാംശങ്ങളിലേക്ക് കടക്കാതെ നെയ്ത്ത് കമ്പനിയും അത് നിലനിൽക്കുന്ന സ്ഥലവും ഏറ്റെടുത്ത് ഈ ജില്ലയിൽ നേരത്തെ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഒന്നുകൂടി മാറ്റി നിർത്തത്തക്ക നിലയിലുള്ള നിലപാട് എടുക്കണം. അത് ഈ കേരളത്തിന്റെ സ്വത്തായി കേരളത്തിന്റെ പൈതൃകമായി കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന് ഇതിന്റെ ഗവൺമെന്റിന്റെ തുടർച്ചയുടെ ഭാഗമായി അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും തൊഴിലാളികളിൽ നല്ല അന്തരീക്ഷം ഉണ്ടാക്കാൻ സഹായകരമായിട്ടുണ്ട്. തൊഴിലാളികളിലുള്ള നല്ല യോജിപ്പ് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ട്. തൊഴിലാളികൾ പഴയതിൽ വ്യത്യസ്തമായി സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് സഹായകരമായ നിലപാട് സ്വീകരിക്കാതെ ഈ നിലപാട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൂടുതൽ ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും തൊഴിലാളികളുടെയും വിശ്വാസത്തിനെടുത്ത് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിന്റെ നടപടിയെ പ്രശംസിച്ചുകൊണ്ട് ഈ ഉയർച്ചയിലേക്ക് നമുക്ക് പോകുന്നതിന് ഈ പ്രവർത്തനങ്ങളെല്ലാം സഹായകരമാണ്.